നമസ്കാരം. സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 21-ാം തീയതി ശനിയാഴ്ച ദിവസം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതായി സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ഗുരുതരമായ സാമൂഹിക, സാമ്പത്തിക, മാനസിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കോടതി മുന്നറിയിപ്പ് നൽകി. ഇത് രാജ്യത്തിന്റെ തിളക്കം നശിപ്പിക്കുമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാനിൽ നിന്ന് കടൽ മാർഗം ഇന്ത്യയിലേക്ക് ഹെറോയിൻ കടത്തുന്ന മയക്കുമരുന്ന് കടത്ത് ശൃംഖലയിൽപ്പെട്ട അങ്കുഷ് വിപിൻ കപൂറിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം സ്ഥിരീകരിച്ചുകൊണ്ടാണ് കോടതി മുന്നറിയിപ്പ് നൽകിയത്. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് അപകടകരമായ ഡ്രൈവിംഗ് മൂലം മരണമുണ്ടായാൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനം. ഗുരുതരമായ പരിക്കുണ്ടായാൽ 3 മാസത്തേക്കായിരിക്കും പെർമിറ്റ് റദ്ദ് ചെയ്യുന്നത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പതിവ് ശിക്ഷാ നടപടികൾക്ക് പുറമെയാണിത്. ഡ്രൈവർ വേഗത്തിൽ ബസ് ഓടിക്കുന്നത് ഉടമക്ക് കൂടിയാണ്. അതുകൊണ്ടാണ് നടപടി കടുപ്പിക്കുന്നത് എന്നും മത്സരയോട്ടങ്ങളിലെ അപകടങ്ങളിൽ ഉടമക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്നും മന്ത്രി ഗണേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർക്ക് പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവർ ബസ് ജീവനക്കാരാകുന്നത് തടയാനാണ് പോലീസ് സാക്ഷ്യപത്രം നിർബന്ധമാക്കുന്നത്. ഡ്രൈവർ, കണ്ടക്ടർ, മറ്റു ജീവനക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ പരിശീലനവും ലഭ്യമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു. ക്രിസ്മസ് പ്രമാണിച്ച് 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു. 27 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകളിലൂടെ വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കൃത്യമായി തന്നെ നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നും ഈ സർക്കാർ വന്നതിനു ശേഷം 33,800 കോടിയോളം രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചത് എന്നും പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിന്റെ 98% സംസ്ഥാനമാണ് കണ്ടെത്തുന്നത്. 2% മാത്രമാണ് കേന്ദ്ര വിഹിതമുള്ളത്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 5.88 ലക്ഷം പേർക്കാണ് ശരാശരി 300 രൂപയുടെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത്. നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് കർഷകർക്കുള്ള ഒരു ID കാർഡിനെ കുറിച്ചാണ്. കതിര് എന്ന് പറയുന്ന സ്കീം പ്രകാരം കർഷകർക്ക് ഇപ്പോൾ ID കാർഡ് അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കർഷകരുടെ പേഴ്സണൽ വിവരങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലേക്ക് നിങ്ങൾ നൽകേണ്ടത്. ഭാവിയിൽ കർഷക ആനുകൂല്യങ്ങളും കർഷക പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതും മറ്റു കാർഷിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതൊക്കെ ഈ ID കാർഡിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ കതിർ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷി ഓഫീസുമായി ബന്ധപ്പെടുക. അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് പുതിയ AI ക്യാമറകൾ വരുന്നു എന്നുള്ളതാണ്. നിലവിൽ 645 AI ക്യാമറകളാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഇതിൽ തന്നെ ഭൂരിഭാഗം കേടുവന്ന് പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ ഇപ്പോൾ 374 അതിതീവ്ര ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തുകയും കൂടുതൽ AI ക്യാമറകൾ സ്ഥാപിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. AI ക്യാമറകൾ വന്നതോടുകൂടി അപകടങ്ങൾ കുറഞ്ഞു എന്ന വിലയിരുത്തലുണ്ട്. ജനങ്ങൾ കൂടുതൽ ശ്രദ്ധയോട് കൂടിയിട്ടും മറ്റു പോലീസിന്റെ അധ്വാനമില്ലാതെ തന്നെ നിയമം നടപ്പാക്കാൻ സാധിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ADGP മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് പുതിയ തീരുമാനം. AI ക്യാമറകൾ സംസ്ഥാനത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് സ്ഥാപിക്കുന്നത്. പുതിയ ക്യാമറകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ പോലീസ് റെക്കമെൻഡ് ചെയ്യും. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.